അതായത് മറ്റേ ഫെമിനിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളുടെ സംഘടന. അതിലെ മെയിൻ അംഗങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. പാർവതി തിരുവോത്ത്, നമ്മുടെ രമ്യ നമ്പീശൻ, നമ്മുടെ ഗീതു മോഹൻദാസ്, പിന്നെ റീമ കല്ലിങ്കല്. അപ്പൊ അതിന്റെ വിവാദമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. മറ്റേ കസബ പറഞ്ഞ മൂവിയെ കുറിച്ച് മറ്റേ പാർവതി തിരുവോത്തിന്റെ ഡയലോഗ്. അടുത്ത ഗീതു മോഹൻദാസ് ഉണ്ടായിരുന്നു. ആ മൂവിനെ കൊണ്ട് കസബനെ വളരെ മോശമായി പറയുന്ന സമയത്ത് വിച്ച് മൂവിന്ന് മറ്റുള്ള ചോദിക്കുന്നുണ്ട്. ആദ്യം കസബ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഇവിടെ ആവർത്തിച്ചപ്പോ, ഗീതു മോഹൻദാസ് ആവർത്തിച്ചപ്പോ പാർവതി തിരുവോത്ത് കസബ മൂവിനെ കുറിച്ച് അതില് സ്ത്രീലപടനായ പോലീസ് ഓഫീസറും അതുപോലെ തന്നെ ആ ക്യാരക്ടർ സ്ത്രീനെ ഉപഭോഗ വസ്തുവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വൻ കളിയാക്കലായിരുന്നു. അവിടെ നിന്ന് സിനിമ കല്ലിങ്കിലും ഗീതു മോഹൻദാസ് ഒക്കെ വായ്പൊത്തി ചിരിയൊക്കെ ആയിരുന്നു അല്ലേ. അതിനുശേഷം മറ്റേ കംപ്ലീറ്റ് ഔട്ടായി. മറ്റേ പാർവതി തിരുവോത്ത് മലയാള സിനിമയിൽ നിന്ന് ഔട്ടായി. പിന്നെ രമ്യ നമ്പീശൻ അത് പണ്ടും ഔട്ട് തന്നെ. തമിഴിൽ മാത്രമേ വിജയ് സേതുപതിയാണ് കുറച്ചൊരു 3-4 പേര് മാത്രമേ ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രമ്യ നമ്പീശൻ ക്ലീൻ ബോൾഡായി. പിന്നെ ഗീതു മോഹൻദാസ്, റീമ കല്ലിങ്കല് ഇതൊക്കെ നിലം പരിശായി. അല്ലെ അവളെ ശരിക്കും പാർവതി തിരുവോത്തിനെ അതിന്റെ ഇടയിൽ കൊണ്ട് ചാട്ടിച്ചത് മറ്റാരുമല്ല, മറ്റേ ഗീതു മോഹൻദാസ് ആണ്. പേര് പറയാതെ അങ്ങനെ ആള് പറഞ്ഞാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പിന്നീട് പേര് പറയുന്ന പറഞ്ഞ് ഗീതു മോഹൻദാസ് പറഞ്ഞതിന് ശേഷം കസബ എന്ന് പറഞ്ഞപ്പോ എല്ലാം കൂടി വായ്പൊത്തി ചിരിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് ആനമംഗത്തരമാണ്. മമ്മൂട്ടി എന്ന് പറയുന്നത് അതില് മറ്റേ ഒരു ക്യാരക്ടറാണ്, സ്ത്രീലപടനായ ഒരു ക്യാരക്ടറാണ് മറ്റേ കസബയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. അപ്പൊ അതിന് ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഇവര് വളരെ മോശക്കാരായിട്ട് ചിത്രീകരിച്ചത്. അതോടുകൂടി മലയാള സിനിമയിൽ ഔട്ടാവുകയും ചെയ്തു. അത് ഇപ്പൊ പറയാനുള്ള കാരണം ഈ ഗീതു മോഹൻദാസിന്റെ ടോക്സിക് എന്ന് പറയുന്ന ഒരു മൂവി വരുന്നുണ്ട്. മറ്റേ പാൻ ഇന്ത്യൻ സ്റ്റാർ യാഷാണ് നായകൻ. അതിന്റെ ട്രീസർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ എന്താ പറയാ, ഒരു ഹോളിവുഡ് മൂവി പോലെ അല്ലെ. അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതില് ഈ പറഞ്ഞ ഈ ഗീതു മോഹൻദാസ് ഇവിടെ കടന്ന് പ്രസംഗിച്ച പോലെ അല്ലെ, പാർവതി തിരുവോത്തിനെ കൂടെ നിന്നിട്ട് ഫെമിനിസം പ്രസംഗിച്ച പോലെയല്ല. അതായത് കേരളത്തിന് വെളിയിൽ പോയപ്പോ പടം എടുത്തു കഴിഞ്ഞപ്പോ ശരിക്കൊരു സ്ത്രീ ഉപഭോഗ വസ്തുവിനേക്കാൾ പരമായിട്ടാണ് ആ സീനുകളൊക്കെ